റാംജിറാവു ആശങ്ങൾ ഇവന്മാർക്ക് ഇവിടെ സ്ഥലം കിട്ടിയുള്ളൂ കിഡ്നാപ്പിംഗ് നടത്താൻ. ചെന്ന് നോക്കി, ഇല്ലെങ്കിൽ അവന്മാർ അതിനെ കൊണ്ട് ഇങ്ങോട്ട് വരും. ആ ശരി. പേടിക്കാനൊന്നുമില്ല, അവര് നേരെ മുകളിലേക്ക് പോയി. സർ സമയം പോകുന്നു. മിണ്ടരുത്. എടാ പന്നി, ഓ ഇരിക്കടാ. എനിക്ക് അനങ്ങരുത്. കടക്കടാ പുറത്ത്, കടക്കാൻ. എൽദോ വെറുതെ അലമുണ്ടാക്കരുത്. ഞങ്ങളുടെ നാടകത്തിന്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ മെയിൻ നടന്മാരാണ്. ഇവരുടെ കയ്യിലിരിക്കുന്ന കളിത്തോക്കാണ്. കളിത്തോക്ക മിണ്ടാതിരി. കളിത്തോക്കാണാശനെ. കളിത്തോക്കാണെന്ന് വെച്ച് ഇവരെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഞങ്ങളുടെ വിധം മാറും. ഇവര് ഞങ്ങളുടെ മെയിൻ ആളുകളാ. ആഹാ, എന്നാ ഈ മെയിൻ ബന്ധുക്കളെ തന്നെ ആദ്യം അടിയടാ. അയ്യോ, പെട്ടെന്ന് മനസ്സിനൊരു ചാഞ്ചാട്ടം വന്നപ്പോ ഊതിക്കിടത്തിയതാ എന്റെ മാതാവേ. ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരാൻ. ആ ഞൊണ്ടിക്കാരൻ പിന്നാലെ വരണ്ടോ? എന്തോ അവനവന്റെ കാലം കൊണ്ട് രക്ഷപ്പെട്ടു പോകണ. വേഗം പാടാ. ചെന്നവന്റെ കാലം തന്നെ എടുക്കേ. ആശാമ, ഇതെങ്ങനെ ഈ കെട്ടിടം ഇങ്ങനെ പൊളിഞ്ഞത്? പൊളിഞ്ഞതല്ല, പുതിയായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. ഇതിപ്പോ പടി കയറി ശബരിമലയിൽ ചെല്ലുമല്ലോ. അല്ല, ഈ മഹേന്ദ്രവർമ്മ ലിഫ്റ്റ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ലേ? ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ലിഫ്റ്റാ? ആ, മത്താച്ചേട്ടൻ ഇവിടെ തന്നെ നിന്നാ മതി. ഇവിടെ വരുമോ? ആ വരും. ഉദ്ദേശം എത്ര മണിക്കാ? മിണ്ടാതെ നിന്നോളാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം. പൊന്നപ്പാ, ഇയാളെ നോക്കിക്കോ. അതെന്തിനാണ് എന്നെ നോക്കാൻ ആളെ നിർത്തിട്ട് പോണത്? ഞാനെന്താ പ്രസവിക്കാറായിട്ടുള്ള പെണ്ണാ? എന്താടാ? എനിക്കും കുറച്ച് ധൈര്യം വേണമായിരുന്നു. ധൈര്യം വേണല്ലേ? എന്നാ ധൈര്യം കുടി. ഇതാ നിന്റെ ശരീരത്തിന് ഇത് തന്നെ അധിക. ഇതങ്ങോട്ട് കുടിച്ചിട്ട് ഒരു ഭാഗത്ത് കിടന്നു. ഓവറായിട്ട് ഛർദിക്കരുത്. കുടി കുടി. ഓ, ഇനി വേണം വരാം. നിനക്ക് നല്ല കപ്പാസിറ്റി അല്ലടോ. നിന്നെ കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ. എവിടുന്ന് പഠിച്ചേ നീ ഇത്? ഈ കുപ്പിയിലെ അടപ്പ എവിടെ? അടപ്പാ? ഈ കുപ്പിയിലെ അടപ്പ എവിടെയാണ്? ഇതല്ലേ അടപ്പ്. അപ്പൊ കുപ്പിയോ? കുപ്പി. ആ, ആ കൊമ്പമ്മീശക്കാരൻ എന്താ ദിങ്ങനെ നിൽക്കണേ? ചെന്നടിക്കണവരെ. നിനക്ക് ആരോഗ്യമില്ലെങ്കിൽ അവനിങ്ങനെ വിടറ. ചാടിച്ചവിട്ട്. അതെവിടുത്തെ പരിപാടി? നിന്നെ എന്നെ മറിച്ചിട്. ഇതെവിടുത്തെ മര്യാദ? നിന്നെ മീശ വെച്ച വലിയ ആളാവുന്ന നിന്റെ വിചാരം? നീ മഹേന്ദ്രവർമ്മയുടെ ആളായാലും റാംജിറാവുന്റെ ആളായാലും നീ മൊത്തം പുല്ലാടാ. എന്റെ അടുത്ത നിന്റെ കളി. കളികൊണ്ടിരിക്കണ പരിപാടി. ഇടങ്കാല് വെച്ച് വീഴ്ത്തുവല്ലടാ പന്നി.
എന്നെ ഇടങ്കാല് വെച്ച് വീഴ്ത്തിട്ട് നീ നിന്ന് ചിരിക്കല്ലേ? നിർത്ത് നിർത്ത്, വണ്ടി നിർത്ത്. കിടക്കുന്ന അവന്മാരുടെ കാറ്. ആ, ഇത് അവന്റെ കാർ തന്നെ. ഓ, കാറിലെ തൊഴിച്ച് നിന്റെ കാല് കളയാതെ അവന്റെ കാല് പോയി തല്ലി ഉടക്കി. അവനെവിടെ? ഇതിനകത്തുണ്ട്. എന്നതാ ഞങ്ങളെ നിനക്ക് ഓ, ആശാനെ പിടി. നിർത്തുവേ. അയ്യോ നീ അവൻ പോയി അവരടിച്ചടാ. നിന്നെ ഞാൻ പറപ്പിക്കോളാം. അയ്യോ നമ്മുടെ വീട്ടിൽ ഇത് അടിച്ച് ശരിപ്പെടുത്തണ ഇവരെ. പെട്ടി ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞ കേക്കണ്ടേ? എന്തോ അവന്മാര് പോണ്ട. മഹേന്ദ്രവർമ്മ, മഹേന്ദ്രവർമ്മ, സ്റ്റെല്ല, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ബാലകൃഷ്ണ, ഞങ്ങൾ രണ്ടാളും അവന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വൈകിക്കരുത്. നീ ചെല്ലേ. ഓടിക്കോ, കാലൊടിക്കുന്ന കമ്പനിക്കാർ വരണ്ടോ? അപ്പോഴും ഞാൻ പറഞ്ഞതാ, ഒരു ബിൽഡിങ്ങിന് 2 കളി വേണ്ടത്. നിക്കവിടെ. കളിത്തോക്കടുത്ത് മാറ്റാ. പിന്നെ ഈ കളുത്തോക്കോ എന്തോ അടിയടാ ഇവരെ. എന്താണ്? എന്തുമാത്രം ആളുകൾ ഇവിടെ ഉണ്ട്, പിന്നെ നീ ഇത് എന്നെ പിടിക്കണേ? നീ എന്തിനാ എന്നെ വട്ടം ചിറ്റിക്കണേന്ന്? നീ പോടാ. ഇങ്ങോട്ട് വാ. നിനക്കെന്താ ഇവിടെ പെട്ടി വേണ്ടേ? നിന്റെ മർമ്മത്തൊന്നും നല്ല. അയ്യോ റാം. അവിടെ കിടന്ന് കളിക്കാൻ എഴുന്നേറ്റ് വാടാ. അവന്റെ കാല് തല്ലി ഉടുക്കി വിടണാവനെ. അല്ലേ ഇവന്മാരുടെ എവിടെ പോയി? എന്തോ എന്തോ നോക്കിയടാ. ഒരുത്ത പെണ്ണിനെ പിടിക്കുന്നത് കണ്ടില്ലേ? അടിയടാവനെ. പെണ്ണു പിടിച്ചു. അടിച്ച് പിടിടാവനെ. പിന്നെ വന്നോ? കയ്യെന്ന് വിടറ. കളിക്കില്ല, പോയിട്ട് പണിയണ്ടാ. വിടറാവനെ. ഞാൻ പുറത്തെ കാല് തല്ലി എടുക്കാനുണ്ട്. ഇവിടുന്ന് വരണ്ട, ഇവിടുന്ന് ആളുണ്ട. ഇത് കാശും പെട്ടിയല്ല, ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ചങ്ങാതി. അയ്യോ റാംജി റാവു സ്പീക്കിംഗ്. ഞാൻ മാമനർമ്മ സ്പീക്കിംഗ്. ആശാനെ വേഗം പോയി പിടിയാശാനെ. ആ കാലുകൾ തല്ലിപിടിക്കാൻ എനിക്ക് കൊതിയാകുന്നു. അത് വേണ്ട, നിനക്ക് ഉന്നം തെറ്റും.
പണ്ടത്തെ പോലെ എന്റെ കാല് തല്ലി പിടിക്കാറുണ്ട്. നീ പിടി, ഞാൻ അടിക്കാം. ആശാനടി, ഞാൻ പിടിക്കാം. അനിയാ സാറേ, ആശാന്റെ അടി തെറ്റിക്കൊണ്ടേ ആളുകളുടെ താഴെ പോയേ. ആളുകളുടെ താഴെ പോയേ. ഒന്നും വിട്ടാതിരിക്കടാ. നമുക്ക് ഡെഡ് ബോഡി കാണാൻ പോവാം. പോടാ. ഒന്ന് വേഗം ആശാൻ. എന്തിന്? എന്തോ ആ കൂട്ടുകാരനൊക്കെ ചത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് ഞാനാണെന്ന് പറയട്ടാ. പിന്നെ അത് വേണമെങ്കിൽ നീയാണെന്ന് പറഞ്ഞു. എന്തിന്? അതിന്റെ ഗമ നിനക്കിരിക്കട്ടെ. അത് കഴിഞ്ഞിരിക്കട്ടെ. ആ ഗമ ആശാൻ തന്നെ വെച്ചോ. ആശാന്റെ ഗമയെ പോയി ജയിലിൽ കിടക്കാമല്ലോ. ആ എടാ എഴുതോ, ഞാനൊന്ന് പറയട്ടടാ. ഒന്നും പറയണ്ട, ഞാൻ ആദ്യം അവന്റെ ശവം കാണട്ടെ, എന്നിട്ട് പറയാം. ആശാനെ താഴേക്ക് വിടവന്റെ ശവം കാണാനില്ല ആശാനെ. കാണാൻ ഞങ്ങൾ ഈ പരിസരം മുഴുവൻ അരിച്ചു മറിക്ക് നോക്കിട്ട് അവിടെ ഒരു പൊടി പോലും കാണാനില്ല ആശാനെ. എന്തടിയാണ് ആശാൻ അടിച്ചത്? അവൻ അടിച്ച് മേലോട്ട് വിട്ടാ. കിടന്ന് കാണാതെ പതുക്കെ പറ. അടിച്ച് മേലോട്ട് വിട്ടാ. മിണ്ടാതിരിക്കടാ. എടാ ആരുടെ താഴെ പോയത് നീയാണോ? ഞാനല്ല, ആ മഹേന്ദ്രവർമ്മ. വാ നമുക്ക് നോക്കാം. കാലൊടിക്കുന്ന കമ്പനിക്കാർ ചുറ്റും കൂടിയിട്ടുണ്ടല്ലോ ഗോപാലകൃഷ്ണ. നിങ്ങൾ ഇവിടെ നിൽക്ക്. വാ നോക്കാം. അവന്റെ കാറ്റ് പോയിന്ന് എനിക്ക് തോന്നുന്നു. എന്താ എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. മേലേന്ത് പിടിയാ കൂട്ടുകാരൻ ഇതുവരെ താഴേക്ക് എത്തിയിട്ടില്ല. ആ ഇനി ഇവര് നോക്കിക്കോളും, നമുക്ക് പോവാം. ആ പോവാൻ പറ്റേ എന്ത് താഴേക്ക് എത്തിയിട്ടില്ല എന്നാ? ഇല്ലെന്ന് മേലെ പുറപ്പെടുകയും ചെയ്ത് താഴോട്ട് എത്തിയിട്ടില്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് മനസ്സിലായില്ലേ? അവന്റെ ശവം പോലും കാണാനില്ലെന്ന്. ഈ ആശാൻ അവനെ അടിച്ച് പറപ്പിച്ച് കളഞ്ഞില്ലേ? ആശാന് തൂക്കുകാർ ഉറപ്പാ. അയ്യോ ഒരയ്യനെ വിളിച്ചിട്ട് കാര്യമില്ല. ബാലകൃഷ്ണ, നീ പോലീസിനെ വിളിക്കുക. ഇയാളെ കയ്യോടെ ഏൽപ്പിക്കാം. അനിയ ഈ പാതിരാക്ക് എന്തിനാ പോലീസ്? നമുക്ക് തന്നെ ഇത് അവസാനിപ്പിക്കാം. മതിയോ? അപ്പൊ ആശാൻ എന്റെ കാല് തല്ലി ഓടിക്കണ്ടേ? അയ്യോ എന്തിന്? അനിയന് വേണമെങ്കിൽ ഈ എന്റെ കാല് തന്നെ പിടിച്ചു. എടാ എഴുതോ, എന്റെ അനിയന്റെ കാലിലേക്ക് തൊട്ടുപോയാൽ കൊന്നുകളി. എന്തിന്? ഇല്ല ആശാനെ, ഓടിക്കാനുള്ള ആശാനെ, കാല് പിടിക്കാനുള്ള നമ്മൾ വന്നത്. പിടിയാശാനെ കാല്. കാലി വേണ്ട വേണ്ട, കൊണ്ടുവാ. കാലൊന്നും പിടിക്കണ്ട. എന്റെ കാല് തല്ലി ഓടിക്കും പറഞ്ഞ ആ ഏരിയയിലെങ്ങനെ വന്നാലുണ്ടല്ലോ, അണ്ണാ എന്റെ കാലിന്റെ കാര്യം കൂടെ പറഞ്ഞു തീർക്കണ്ണ. ഇവന്റെ കാലും അപ്പൊ ഞാൻ ഈ കേസ് കുത്തിപ്പോക്കും. പൊക്കും. ഇല്ല, ഇനി ആ ഏരിയയിലേക്കില്ല. കോംപ്ലിമെന്റ്സ് കോംപ്ലിമെന്റ്സ് കോംപ്ലിമെന്റ്സ്. എന്തോ എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. എന്ത്? എല്ലാം ഒത്തുതീർപ്പാക്കിയെന്ന്. ഇനി എന്റെ അനിയന്റെ മനസ്സ് വാർത്തതിന് മുമ്പ് നമുക്ക് പോകാം. വാ. പോവാൻ പറ്റേ. ഈ മേളീന്ന് വീണവൻ എന്താ താഴെ എത്താത്തെന്ന് പറ. ഒന്ന് പോണോ മാപ്പിളെ? എന്താന്ന്? അതുകൊണ്ട് ചേർത്തല്ലേ കോംപ്ലിമെന്റ്സ് ആക്കിയത്. വാടാ. വേഗം പാടാ. ഓ, അങ്ങനെ ഇവന്മാരുടെ ശല്യം ഒഴിഞ്ഞു. വാ. അറിഞ്ഞില്ലേ? എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി. ആ. സ്റ്റെല്ല പൊയ്ക്കുള്ളൂ. അദ്ദേഹത്തിന് ഞാൻ വാക്ക് കൊടുത്തതാണ്, നിന്നെ ആ അമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാമെന്ന്. ഇതാ സാർ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ മകളെ തിരിച്ചേൽപ്പിക്കുന്നു, ഭദ്രമായിട്ട് തന്നെ. ഗോപാലകൃഷ്ണൻ, ഞാൻ ഇവളെ കൊണ്ടുപോകാൻ വന്നതല്ല. എൻ്റെ ഈ മകളെ നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഗോപാലകൃഷ്ണൻ ഇവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതിനേക്കാളുമേറെ ഇവൾ ഗോപാലകൃഷ്ണൻ സ്നേഹിക്കുന്നുണ്ട്. വരട്ടെ. മോളെ, ഗോപാലകൃഷ്ണൻ, ഇവൻ എവിടെ പോയി?
മത്താച്ചേട്ടാ എന്താ വരുന്നില്ലേ? എടാ ആ മേളീന്ന് വീണവൻ ഇതുവരെ താഴേക്ക് എത്തിയിട്ടില്ലല്ലോ. അവൻ ഇനി വന്നാലോ? വരട്ടെ മത്താച്ചേട്ടാ. അങ്ങനെ വന്നാ ഒരു മൂന്നാം അംഗത്തിൽ വെച്ച് നമുക്ക് അവനെ നേരിടാം. വാ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് പോയാ പോരെ? വാ